തൃശൂർ പൂരം ആചാരപരമായ ആഘോഷം മാത്രമായി നടത്താൻ തീരുമാനം. വെടിക്കെട്ട് ഒഴിവാക്കും. കുടമാറ്റം ചെറിയ രീതിയിൽ നടത്താനും തൃശൂർ കലക്ട്രേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമുണ്ടായി. സച്ചിൻ വള്ളിക്കാട് അവിടെ നിന്ന് ചേരുന്നു, വിശദാംശങ്ങളുമായിട്ട് ചേരും. ആചാരപരമായ ആഘോഷം മാത്രമാണ് നടത്തുക എന്ന തീരുമാനത്തിലേക്ക് മന്ത്രിമാർ കൂടെ ചേർന്ന യോഗത്തിൽ തീരുമാനമുണ്ടായി. ദേവസ്വം ബോർഡുകളുടെ പ്രതിനിധികളും പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വെടിക്കെട്ടില്ലാതെ നടത്തുക എന്ന ഉചിതമായ തീരുമാനത്തിലേക്ക് യോഗം എത്തിച്ചേർന്നു. ചെറിയ രീതിയിൽ കുടമാറ്റം, അതായത് ആചാരപരമായ കാര്യങ്ങൾ നടത്താൻ കഴിയില്ല എന്ന് വി എസ് സുനിൽകുമാർ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും നേരത്തെ പറഞ്ഞിരുന്നു. ഏതായാലും വെടിക്കെട്ട് നടത്തേണ്ടതില്ല എന്ന ഉചിതമായ ഔചിത്യമുള്ള തീരുമാനത്തിലേക്ക് തൃശൂർ പൂരം സംബന്ധിച്ച് ചേർന്ന യോഗം എത്തിച്ചേർന്നിരിക്കുന്നു. സച്ചിൻ വള്ളിക്കാട് അവിടെ നിന്ന് ചേരുന്നു. സച്ചിൻ, ഇങ്ങനെ വലിയ ഒരു ദുരന്തമുണ്ടായി, മരിച്ച ആളുകളോടുള്ള ബഹുമാന സൂചകമായിട്ടും ഈ തവണ ഉറപ്പായിട്ടും ആചാരപരമായ കാര്യം മാത്രമേ നടത്താവൂ എന്ന വാദത്തിനായിരുന്നു സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യർക്കിടയിൽ മുൻതൂക്കമുണ്ടായിരുന്നത്. അതിലേക്ക് തന്നെ ഈ യോഗവും എത്തിച്ചേർന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? സനീഷെ, അല്പസമയത്തിനുള്ളിൽ തന്നെ യോഗത്തിന്റെ തീരുമാനങ്ങൾ മന്ത്രി വി എൻ വാസവൻ, അതേപോലെ തന്നെ കെ രാജൻ, ആർ ബിന്ദു തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കും. എന്നാൽ പോലും നിലവിൽ തീരുമാനം എത്തിയിട്ടുള്ളത്, അതായത് ചെറിയ രീതിയിൽ കുടമാറ്റം നടത്തുക, അതുപോലെ തന്നെ വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് പൂരം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ പറ്റുന്ന വിവരം. ന്യൂസ് മലയാളമാണ് ആദ്യമായിട്ട് ഈ യോഗ വിവരങ്ങൾ പുറത്തുവിടുന്നത്. പ്രധാനമായും ആചാരപരമായ ആഘോഷം മാത്രം നടത്തുക എന്ന ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ ഈ യോഗം എത്തിച്ചേർന്നിരിക്കുകയാണ്. തിരുവമ്പാടിയുടെയും ദേവസ്വത്തിൻ്റെയും ഭാരവാഹികളെല്ലാം യോഗത്തിൽ ഈ മന്ത്രിമാർ ഉന്നയിച്ച ആവശ്യത്തോട് അനുകൂലമായ നിലപാടാണ് അറിയിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ കുടമാറ്റം പൂർണ്ണമായും ഒഴിവാക്കുന്നില്ല. കുടകളുടെ എണ്ണം കുറച്ചുകൊണ്ടുള്ള ഒരു പൂരമായിരിക്കും നടത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 15 ആനകൾ എന്തായാലും ഉണ്ടാവുമെന്നും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും വലിയ ദുരന്തമായിരുന്നു കഴിഞ്ഞ ദിവസം മുണ്ടത്തിക്കോട് വെച്ച് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പുനരാലോചനയ്ക്ക് പൂരക്കമ്മിറ്റിയും അതേപോലെ തന്നെ ദേവസ്വം ഭാരവാഹികളും സർക്കാരും തയ്യാറെടുത്തത്. ഇതിലാണിപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായും 15 ആനകളുള്ള ചെറിയ രീതിയിലുള്ള കുടമാറ്റം നടത്തുക, കൂടാതെ തന്നെ ആചാരപരമായ ചടങ്ങുകൾ നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് ഈ നിലവിൽ ദേവസ്വം ബോർഡുകളുമായുള്ള യോഗത്തിൽ മന്ത്രിമാരുമായി ചേർന്ന് നടത്തിയ യോഗത്തിൽ തീരുമാനമായി എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉയർന്നുണ്ടായിരുന്നു. വെടിക്കെട്ട് അടക്കം വേണമെന്ന ആവശ്യം പാറമേക്കാവ് ദേവസ്വം അടക്കം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് ചെറിയ രീതിയിൽ കുടമാറ്റം ഉൾപ്പെടുത്തിക്കൊണ്ട് ആചാരപരമായ ചടങ്ങുകളോടെ ഇത്തവണ തൃശ്ശൂർ പൂരം നടത്താനാണ് ദേവസ്വം ബോർഡുകളുടെ യോഗത്തിൽ മന്ത്രിമാരുമായി ചേർന്ന് നടത്തിയ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ദേവസ്വത്തിന്റെ സച്ചിൻ, അവിടെ യോഗത്തിനകത്ത് ആരെങ്കിലും ഇങ്ങനെയല്ലാത്ത ഒരു ആവശ്യം ഉന്നയിച്ചോ? അതായത് തൃശ്ശൂർ പൂരം സാധാരണഗതിയിൽ നടക്കുന്നത് പോലെ തന്നെ നടക്കണം എന്ന ഒരു ആവശ്യം ആരെങ്കിലും അവിടെ യോഗത്തിനകത്ത് ഉന്നയിച്ചുവോ? ഈ ആത്യന്തികമായിട്ട് ഈ തീരുമാനം വെടിക്കെട്ട് വേണ്ടതില്ല, മരിച്ച ആളുകളോടുള്ള ഈ ദുരന്തത്തോടുള്ള ഒരു ആദര സൂചകമായിട്ട്, ദുരന്തത്തിൽപ്പെട്ട ആളുകളോടുള്ള ഒരു ആദര സൂചകമായിട്ട് അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുക എന്ന ഔചിത്യപൂർണമായ കാര്യത്തിലേക്ക് പോകുന്നതിനെ ആരെങ്കിലും അതിനകത്ത് എതിർത്തോ? ഇങ്ങനെയല്ല വേണ്ടത് എന്നാരെങ്കിലും, പഴയതുപോലെ തന്നെ നടത്തണം പൂര ചടങ്ങുകൾ, വെടിക്കെട്ടടക്കം എന്ന് ആരെങ്കിലും ആവശ്യം ഉന്നയിച്ചുവോ? ഇന്നിപ്പോൾ രാവിലെ രാജേഷ് അതിൻ്റെ ഭാരവാഹി പറയുന്നത് അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആരെങ്കിലും അവിടെ ഉന്നയിച്ചോ? സനീഷ്, സ്വാഭാവികമായും അത്തരം ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കാരണം പാറമേക്കാവിൻ്റെയും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും ഭാരവാഹികളെല്ലാം രാവിലെ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. ഇന്നലെയും മന്ത്രിമാരുമായി പ്രാഥമികമായ ചർച്ചകൾ ദേവസ്വത്തിൻ്റെ ഭാരവാഹികളുമായി മന്ത്രിമാർ തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിൽ വെച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. എന്നിട്ട് പോലും കൃത്യമായ ഒരു ധാരണയിൽ എത്താൻ വേണ്ടി സാധിച്ചില്ല. ഇന്ന് രാവിലെയും പൂരത്തിൻ്റെ, അതായത് പൂരാഘോഷ കമ്മിറ്റിയുടെ ഭാഗമായി തിരുവമ്പാടി ദേവസ്വവും അതേപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വവും തമ്മിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇരു ദേവസ്വങ്ങളുടെയും യോഗങ്ങൾ രാവിലെ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ദേവസ്വം ഭാരവാഹികളുടെ ഒരു പ്രതികരണം വന്നത്, ഈ വെടിക്കെട്ടോടു കൂടിയുള്ള ആഘോഷം വേണം, ശക്തമായ രീതിയിലുള്ള പൂര ആഘോഷിക്കണം എന്ന കാര്യം തന്നെയായിരുന്നു തിരുവമ്പാടി ദേവസ്വവും അതേപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ഭാരവാഹികൾ വ്യക്തമാക്കിയത്. എന്നാൽ നിലവിൽ തൃശ്ശൂർ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട് സർക്കാരും വ്യക്തമാക്കി. മന്ത്രിമാരായ കെ രാജനും ആർ
ആർ ബിന്ദുവും ദേവസ്വം മന്ത്രി VN വാസവനുമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. കൂടാതെ തന്നെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടർ, പോലീസ് മേധാവി, MLA മാർ തുടങ്ങിയവരെല്ലാം യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സർക്കാരിൻ്റെ നിലപാട് യോഗത്തിൽ അറിയിച്ചു. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ സർക്കാരിൻ്റെ നിലപാടിനൊപ്പം നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്തിമമായി ദേവസ്വങ്ങളും എത്തി എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിലെല്ലാം ദേവസ്വം വലിയ രീതിയിൽ തന്നെ പൂരം നടത്തണമെന്ന ആവശ്യമെല്ലാം ഉയർത്തിയിരുന്നു. വെടിക്കെട്ടടക്കം വേണമെന്ന ആവശ്യം പാറമേക്കാവിൻ്റെ ഭാഗത്ത് നിന്നും ഉയർന്നിരുന്നു. തിരുവമ്പാടിയാണ് ആദ്യഘട്ടത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് പൂരം നടത്തണമെന്ന ആവശ്യം ഉയർത്തിയത്. എന്നാൽ അതൊക്കെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി ചെറിയ രീതിയിൽ കുടമാറ്റം നടത്തിക്കൊണ്ട് ചടങ്ങുകളോടെ തൃശ്ശൂർ പൂരം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ മന്ത്രിമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കും. സനീഷ്. ശരി, നന്ദി സച്ചിന. വിവരങ്ങൾക്ക് എന്തായാലും ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി, വെടിക്കെട്ട് വേണ്ടതില്ല എന്ന വളരെ ഔചിത്യത്തോടെയുള്ള തീരുമാനത്തിലേക്ക് ആ ഉന്നതതല യോഗം എത്തിയിരിക്കുന്നു.